നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സൗദി പ്രോ ലീഗിൽ അൽ ഇത്തിഹാദ് ഓൾറെഡി കിരീടം ചൂടിയല്ലോ. ഇന്നിപ്പോൾ അൽ നസറിന് കളിയുണ്ട്, പക്ഷേ ആ കളിയിലും ക്രിസ്ത്യാനോ റൊണാൾഡോ ഇല്ല. കഴിഞ്ഞ കളിയും CR7 കളിച്ചിട്ടുണ്ടായിരുന്നില്ല. CR7 പരിക്കാണ് എന്ന് ഒഫീഷ്യലായിട്ടൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും അദ്ദേഹത്തെ ഇപ്പോൾ കോച്ച് സ്റ്റെഫാനോ പിയോളി പുറത്തിരുത്തുകയാണ്. ഇതുകൊണ്ട് എന്താണ് പ്രശ്നം? കിരീടമൊന്നും ലഭിക്കാനില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും. പക്ഷേ അതുകൊണ്ട് പ്രശ്നമുണ്ട്. നോക്കൂ, ഇപ്പോൾ സൗദി പ്രോ ലീഗിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഗോൾഡൻ ബൂട്ടിൻ്റെ റേസിൽ ഒന്നാമതാണ്. 23 ഗോളുകളുണ്ട് അദ്ദേഹത്തിന്. അബ്ദുറസാഖ് അബ്ദുള്ളക്കും കരീം ബെൻസീമക്കും 21 വീതം ഗോളുകളാണ്. അപ്പോൾ ഒരു നെക്ക് ആൻഡ് നെക്ക് കോമ്പറ്റീഷനാണ് അവിടെ നടക്കുന്നത്. സോ CR7 കളിച്ചില്ലെങ്കിൽ ആ ഒരു സാധ്യത കുറയുന്നു. പിന്നെ 1000 ഗോളുകൾ എന്നുള്ളൊരു ലക്ഷ്യമുണ്ട് 40 വയസ്സായി താരത്തിന്. അപ്പോൾ ലഭ്യമാകുന്ന അവസരങ്ങളൊക്കെ മുതലെടുത്ത് അതിലേക്ക് എത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതാണ് ഏറ്റവും ഒറ്റയടിക്ക് നമുക്ക് തോന്നുന്ന കാര്യമെങ്കിൽ അതിനപ്പുറത്തേക്കും ചില കാര്യങ്ങളുണ്ട് CR7 കളിക്കാതിരുന്നാൽ. നോക്കാം നമുക്ക്. നോക്കുക, ഇപ്പം CR7 എന്തിന് ഗോൾഡൻ ബൂട്ടിന് വേണ്ടി പോരടിക്കണം എന്നൊക്കെ ചോദിക്കുന്നവരോട് ഗോൾഡൻ ബൂട്ട് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം 40ാമത്തെ വയസ്സിലും അദ്ദേഹം മികച്ച രൂപത്തിൽ തന്നെയാണ് കളിക്കുന്നത് എന്നതിൻ്റെ കൃത്യമായ പ്രൊഡക്റ്റീവായിട്ടുള്ള തെളിവാണത്. സോ അത് നേടുക എന്നുള്ളത് മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് വലിയ രൂപത്തിൽ ഊർജ്ജം കൊടുക്കുന്ന ഒന്നായിരിക്കും. കൂടാതെ 100 ഗോളുകൾ അൽ നസറിന് വേണ്ടി എന്നുള്ളത്, ഇപ്പോൾ 97 ഗോളുകളിലാണ് നിൽക്കുന്നത്. 100 ഗോളുകളിലേക്ക് അദ്ദേഹത്തിന് എത്താൻ പറ്റിയാൽ സ്വാഭാവികമായിട്ടും അങ്ങനെ 4 ഡിഫറൻറ്റ് ക്ലബ്ബുകൾക്ക് വേണ്ടിയിട്ടും ദേശീയ ടീമിന് വേണ്ടിയിട്ടും 100 ഗോളുകൾ അടിക്കുന്ന ആദ്യ താരമെന്ന റെക്കോർഡും അദ്ദേഹത്തെ തേടിയെത്തും. സോ ചരിത്രത്തിലേക്ക് ഇടം പിടിക്കാനുള്ളൊരു അവസരമാണത്. ഇനി ഇത് മാത്രമാക്കണ്ട, ജൂൺ മാസത്തിൽ നേഷൻസ് ലീഗിൻ്റെ സെമി ഫൈനലാണ്. ആരോടാണ്? ജർമ്മനിയോടാണ്. പോർച്ചുഗലിന് യുവേഫ നേഷൻസ് ലീഗിൻ്റെ സെമി ഫൈനലിൽ ജർമ്മനിയോട് ഏറ്റുമുട്ടണം ജൂൺ മാസത്തിൽ. ക്രിസ്ത്യാനോ ഈ സമയത്ത്, വളരെ ക്രൂഷ്യലായ സമയത്ത് കളിക്കാതിരുന്നാൽ അത് അദ്ദേഹത്തിൻ്റെ മാച്ച് ഫിറ്റ്നസ്സിനെ ബാധിക്കും. തീർച്ചയായിട്ടും ദേശീയ ടീമിൽ അദ്ദേഹത്തിന് പെർഫോം ചെയ്യാനുള്ള സാധ്യതകളെ അത് മങ്ങലേൽപ്പിക്കുകയും ചെയ്യും. സോ ഇമ്പോർട്ടൻ്റ് ആണ്. CR7 ഇങ്ങനെ കളിക്കാതെ പുറത്തിരുന്നാൽ അത് വലിയ രൂപത്തിലുള്ള നഷ്ടമുണ്ടാക്കും അദ്ദേഹത്തിൻ്റെ ആരാധകർക്ക്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.